കോഴിക്കോട് ജില്ലയിൽ വിവിധ വിതരണ കേന്ദ്രങ്ങളിലായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ പല ബൂത്തുകളിലേക്കായി, പല വിതരണ കേന്ദ്രങ്ങളിലേക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് കോർപ്പറേഷൻ പരിധിയിലേക്കുള്ള ഡിവിഷനുകളിലെ ബൂത്തുകളിലെയൊക്കെ വിതരണം നടക്കുന്നത്, പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ഇവിടെ 396 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് നടക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥർ, ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അവരൊരു പരാതിയായി ഉന്നയിക്കുന്നത് ഒരുപാട് സമയമായി വെയിലത്ത് നിൽക്കേണ്ടി വരുന്നു, യൂണിറ്റിലെ മറ്റ് ഉദ്യോഗസ്ഥർ വന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സാമഗ്രികൾ വിതരണം ചെയ്യാനുള്ള ടോക്കൺ പോലും നൽകിയില്ല എന്ന് അവർ പരാതിയായി പറയുന്നുണ്ട്. ഏതായാലും 3097 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. അതിൽ 396 സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൽ 3 ബാലറ്റ് യൂണിറ്റുകളും 1 കൺട്രോൾ യൂണിറ്റും എന്ന നിലയിലാണ് വിതരണം നടക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള സാമഗ്രികളുടെ വിതരണവും നടക്കുന്നുണ്ട്. വരിയിലാണ്, വെയിലുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് ടോക്കണിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത്ര ഡിലേ എന്താന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇവിടെ ശരിക്കും ഒരു 2 കൗണ്ടർ ഉണ്ടെങ്കിലും ഒന്നും ഇത്ര ഡിലേ ആവേണ്ടില്ലായിരുന്നു. അതാണ് മനസ്സിലാകുന്നത്. ഏതായാലും വെയില് ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും പ്രയാസമില്ലാതിരിക്കട്ടെ. 7500ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. സിറ്റി പരിധിയിലാണെങ്കിൽ അത് 3000-ഓളമാണ് വരുന്നത്. റൂറൽ പരിധിയിൽ 4500 ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. 731 പ്രശ്നബാധിത ബൂത്തുകളും ജില്ലയിലുണ്ട്. സിറ്റി പരിധിയിൽ 100-ലേറെ ബൂത്തുകളുണ്ട്. ഏതായാലും 20 വിതരണ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്. ഇനിയിപ്പോൾ വോട്ടിടാൻ അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ ജനവിധിക്കായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഏതായാലും അവശേഷിക്കുന്നത്.